നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ അകലുന്നു എന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് ബ്ലെയിമിങ് ഓർ ക്രിട്ടിസൈസിങ് യുവർ പാർട്ട്ണർ എന്നുള്ളത്. എന്തെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഓരോ ബിഹേവിയറിനും ആക്ഷനെയും വളരെയധികം നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും അവരെ ബ്ലെയിം ചെയ്യുകയും ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ്. എന്തുകൊണ്ടായിരിക്കും ഒരാൾ ബ്ലെയിം ചെയ്യുന്നത്? ഒരാൾക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, ആങ്കർ, ഹേർട്ട് ഓർ ഈവൻ അൺമെറ്റ് ആയിട്ടുള്ള ഇമോഷണൽ നീഡ്സ് എന്നായിരിക്കാം ഈ ബ്ലെയിം വരുന്നത്. ഇത് കേൾക്കുന്ന പാർട്ട്ണറിന് പലപ്പോഴും വളരെ ഹേർട്ട്ഫുൾ ആയിട്ടായിരിക്കും ഇത് തോന്നുന്നത്. അവർ രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഒന്നുകിൽ വളരെ സൈലൻ്റായി ഇമോഷണൽ ഡിസ്റ്റൻസ്ഡ് ആയിട്ട് പോയേക്കാം, ഓർ വളരെ ഡിഫെൻസീവായി ആ പാർട്ട്ണറിനെ ബ്ലെയിം ഓർ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. ആൻഡ് ദിസ് ബിക്കംസ് എ ബ്ലെയിം ഗെയിം. ഈ ഒരു പാറ്റേൺ എങ്ങനെ ഒരു കപ്പിളിന് ബ്രേക്ക് ചെയ്യാം? ഫസ്റ്റ് തിങ്, അവോയ്ഡ് ഹാർഷ് സ്റ്റാർട്ടപ്സ് ലൈക്ക് യു നെവർ കെയർ, നിങ്ങൾ എപ്പോഴും ലേറ്റ് ആണ് എന്ന് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അവോയ്ഡ് ചെയ്യുക. Instead, you can use gentle startups using I feel I need statements. For example, നിങ്ങളുടെ പാർട്ട്ണർ വീട്ടിലേക്ക് എത്താൻ ലേറ്റ് ആയി. അവരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം you can say, I felt very sad and I needed us to be together today. Another thing you can do is validate your partner's emotions and take a fair share of responsibility. നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ പറയുന്ന സമയത്ത് you can say, I'm sorry that you felt sad. എനിക്ക് ജോലിയിൽ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. Shall we go out now? Remember, ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഗ്രോ ആവുന്നത് മ്യൂച്വലി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോഴാണ്, rather than blaming each other.